ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അടിപൊളി പിലോ. അപ്പൊ മച്ചനക്ക് വാഴയിലെല്ലാം അങ്ങാട് മീൻ അങ്ങോട്ട് പൊള്ളിച്ചെടുത്ത് നല്ല കപ്പല് കടലിന്റെ നടുക്കില് നല്ല മീൻ പൊളിച്ചത് വാഴയില് റെസിപ്പി വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ടാ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഓർഡർ ചെയ്തത് നല്ല പിലോപ്പി വന്നിട്ടാ. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ മസാലയില് വാഴയില് നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ പൊളിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ കപ്പലിൽ ഇങ്ങനത്തെ ഡിഷൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ. അപ്പൊ മസാല നമുക്ക് ആദ്യം പറ്റി വെക്കാം. അപ്പൊ ബായോ. അപ്പൊ മച്ചാനെ ദേ മുളക് പൊടി ഇടാം. ഒന്ന് കാശ്മീരി ചില്ലി പൗഡർ 6 ടേബിൾ സ്പൂൺ ഇടാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മച്ചാനെ കുരുമുളക് പൊടി ആവശ്യത്തിന് അനുസരിച്ച് എടുത്തോട്ടാ. അപ്പൊ മച്ചാനെ ഇതുപോലത്തെ റെസിപ്പിക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മസാലയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ മാജിക് കാണാൻ പോകണം കേട്ടോ. അപ്പൊ കുറച്ച് ലെമൺ ജ്യൂസ് അങ്ങോട്ട് പിഴിഞ്ഞു ഒഴിക്കട്ടോ. അപ്പൊ ലെമൺ ജ്യൂസ് നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞു ഒഴിച്ചോ ഒന്നും. അപ്പൊ മച്ചാനെ ഇത് നമ്മുടെ പഴയ ക്യാപ്റ്റന്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി ആയിരുന്നു. എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് വാഴയിലേക്ക് ഓർഡർ ചെയ്താണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു എമർജൻസി ആയിരുന്നു, നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പൊ പുള്ളിക്കാരൻ വി ഓൾ മിസ് യു സാർ, കിഷോർ സാർ. അപ്പൊ മച്ചാനെ അപ്പൊ കിഷോർ സാർ, ക്യാപ്റ്റൻ കിഷോർ സാർ നാട്ടിൽ വന്നാൽ ജസ്റ്റ് എന്നെ വിളിച്ചാൽ നാട്ടിലുണ്ടെങ്കിൽ ഞാനിത് ഉണ്ടാക്കി തരുന്നതാണ്. BW സാർ എൻ്റെ കളിയാതെ റഫ് അതർ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും പറയണ്ട, ചില നേരം എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ നിന്നല്ലേ ഇതാണ് പ്രശ്നം. അപ്പോൾ അതേ സ്റ്റാൻഡൊക്കെ അതേ 2-3 പാത്രത്തിലൊക്കെ ആക്കി അടുപ്പിക്കാൻ വെച്ചേക്കണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ പറന്നു ഫോണൊക്കെ. അപ്പോൾ റഫ് ഉണ്ട്, എന്നാലും നമുക്ക് മാനേജ് ചെയ്യാം. നിങ്ങളെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടില്ലേ, എല്ലാം ഡീഫ്രോസ് ചെയ്തിട്ട് മീനൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് തുടങ്ങുമ്പോൾ അതേ റഫ് അതർ തുടങ്ങും. ഒന്നും പറയണ്ട. എന്നാലും മച്ചാനെ വ്യൂവേഴ്സ് നിങ്ങളെ എല്ലാം കാണിച്ചു തരാൻ കുറച്ച് റിസ്ക് ആണ് വറക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കടലിൻ്റെ നടുവിൽ കടലോളത്ത് ഇങ്ങനെയൊക്കെ കടന്ന് ഇതൊക്കെ ചെയ്ത് തന്നെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1-2 വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മച്ചാനെ ഈ മസാല എല്ലാം കൂടി അങ്ങോട്ട് പെരട്ടി എടുക്കണം കേട്ടോ. ഓക്കെ, ഇത് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തേച്ച് ഇങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കട്ടെ. ഇവന് 1 മണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് അപ്പം മച്ചാനെ ഇതിന്റെ ഒരു മസാലക്കൂട്ടുണ്ട്. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വാഴലയുടെ ഇടയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ഉണ്ട്. അതാണ് നമ്മ ഇപ്പം ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി ഒരു സീക്രട്ട് റെസിപ്പിയാണ്. അതിലാണ് ശരിക്കും ഇതിന്റെ മസാലയൊക്കെ കയറുന്നത്, അല്ലാണ്ട് വറക്കുമ്പോഴല്ല ഇതിന്റെ ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പൊ മച്ചാനെ അതിന്റെ ആ ഒരു സീക്രട്ട് റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പൊ നമുക്ക് പടപടയെന്ന് വായലയിൽ കടലിന്റെ നടുക്ക് റഫ് അതറിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാം. ആർക്കും കാണേണ്ടത് എനിക്ക് വട്ടാണെന്ന് പറയും. റഫില് ശരിക്കും പിന്നെ ചീഫ് കുക്കുമാരൊക്കെ ഇല്ലേ റഫാണെന്ന്. നമുക്ക് കഞ്ഞി എന്തെങ്കിലും കിച്ചടിയാ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. വേറെ ഒന്നും ഉണ്ടാക്കൂല, ഫ്രൂട്ട്സും കിച്ചടിയും കൊടുക്കും. പക്ഷെ നമ്മ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടത് അറിയും. ഇത് വൈകിട്ട് ദോശയെ കൂടി ഇട്ട് ലൈവ് നടക്കൊന്നും അറിയില്ല, നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് നോക്കും. പക്ഷെ എന്നാലും നടത്തിക്കും ഞാൻ അതിനൊക്കെ ഇതുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നോക്കിക്കോ, നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും റഫ് അതറിന്റെ ആ എഫക്റ്റ്. അപ്പൊ നമ്മ മച്ചാനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുക് എടുക്കാം. എന്നിട്ട് മച്ചാനെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാട്ടോ. പെരിഞ്ചീരകം കൂടി ഇരിക്കട്ടെ. നല്ല അടിപൊളി ഒരു മസാല ഇട്ട് കിട്ടും. ഗാർലിക്ക് നല്ലോണം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാട്ടോ. ജിഞ്ചർ അങ്ങാടി ഇട്ട് കൊടുക്കണ്ട. എണ്ണ അങ്ങാടി ഇങ്ങനെ പോകണുണ്ടോ, ഇതിങ്ങനെ പോകണുണ്ടോ. അതാണ് ഈ റഫിന്റെ ഒരു പ്രശ്നം. അപ്പൊ മച്ചാനെ കടുക് പറ. ഓ എന്താന്നറിയോ, പെട്ടെന്ന് റഫൊക്കെ ഒന്ന് ഇവിടെ ഇടിച്ചിട്ട് മൂത്തോട്ട് അങ്ങോട്ട് തെറിക്കും. അപ്പൊ സീനാവും. അപ്പൊ മച്ചാനെ ഒനിയൻ ഇട്ട് കൊടുക്കട്ടോ. നല്ലോണം ഒനിയൻ ഇട്ട് കൊടുക്കുക. നല്ലോണം വാടണം കേട്ടോ. അടിപൊളിയായിട്ട് ഇത് വാടി വരണം. അപ്പൊ നമ്മ ഒരു 26 പീസ് ഫിലോപ്പിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ശരിക്കും ഇംഗ്ലീഷ് നെയിം തിലാപ്പിയ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കരിമീൻ ഓർഡർ ചെയ്തിട്ട് വന്നില്ല, അതിന് പകരം ഇതാണ് വന്നത്. പക്ഷെ ഉളപ്പൻ ടേസ്റ്റാണ് ഇത്. സാധാരണ പുറത്താല് ഞാൻ അത് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ ആയിലെല്ലാം അങ്ങോട്ട് പൊടിച്ചെടുക്കാൻ വേണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പറ അത് പറയല്ല, അത് കളഞ്ഞിട്ട് വേറെ എടുത്തുക്കും. നിറയെ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. കുറേ കറി ലീവ്സ് അങ്ങ് ഇടാം. കണ്ട് കടുകോറന്ന് പറഞ്ഞാൽ ഇളക്കായി. മറ്റേ അടുത്ത നമുക്കില്ല കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടെ. ക്യാപ്സിക്കം കുറച്ച് മതി. എന്നിട്ട് നല്ല ഗ്രീൻ ചില്ലിയും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. നല്ല എരിവുണ്ടാവട്ടെ. നല്ല ഒരു എരിവായിരിക്കും കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യൻ പുതിയ കാരണക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും കണ്ടേക്കുന്നത്, കഴിച്ചേക്കണം. കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ വീഡിയോയിലൊക്കെ. അപ്പം മച്ചാനെ അവരുടെ റിയാക്ഷൻ നിന്ന് കാണിച്ചത് സർപ്രൈസ് ആയിട്ടാണ്. ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഉണ്ടാക്കുമെന്ന്. അപ്പം മച്ചാനെ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് മച്ചാനെ നല്ല കുരുമുളക് പൊടിയില്ലേ അങ്ങാടി ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട്, അധികം വേണ്ട, ആവശ്യത്തിന്. പ്ലസ് കുറച്ച് ചില്ലി ഫ്ലേക്സ്.
നല്ല വെളിച്ചെണ്ണയിലാണ്ട് ചെയ്യണം, നല്ല കോക്കനട്ട് ഓയിലിൽ. അപ്പം മച്ചാനെ നമ്മുടെ റഫ് ഫെദർ ഇനി നല്ല റഫായിരിക്കും. ഇനി ഇതിൽ കൂടുതലായിരിക്കും റഫ്. നമ്മുടെ റഫ് ഫെദറിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഏറ്റവും അവസാനത്തെ വീഡിയോസിൽ ഉണ്ട് കേട്ടോ. അടിപൊളി റഫ് ഫെദറിൽ എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന്, പുറത്തെന്താണ് സംഭവിക്കണമെന്നും അകത്തെന്താണ് സംഭവിക്കുക എന്നൊക്കെ ഉള്ള വീഡിയോ യൂട്യൂബ് ചാനൽ കിടക്കേണ്ട കാണാൻ മറക്കാതെ ഏറ്റവും അടിയിലത്തെ വീഡിയോയിലുണ്ട്. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, അത്രയും മതി കേട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ട. ഇത് സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട കാര്യം ഞാൻ കാണിച്ചത് ഗരം മസാല, നമ്മുടെ പൊടിച്ച പൊളപ്പൻ സാധനം. ഇത് മാത്രം അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. വേറൊരു സാധനം ഉണ്ട് ഇതിന്. പൊളപ്പൻ ഗ്രേവി, പൊളപ്പൻ ആ ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതേ മച്ചാൻ നല്ല തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതങ്ങാടെ ഇളക്കിക്കോട്ടോ. അപ്പോൾ മച്ചാൻ നാട്ടിൽ ചെയ്ത് കൊടുക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. നാട്ടിൽ വെറുതെ മീൻ പൊരിച്ചിട്ട് എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടോ. അപ്പം നല്ല മീനൊക്കെ പിലോപ്പിയ നല്ല അടിപൊളി നെയ്മീൻ ആകോലിയ മാച്ചാനാ വാങ്ങിച്ചാൽ അതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല പൊള്ളിച്ചങ്ങോട്ട് കൊടുക്കുക പിള്ളേർക്കും. കാണിച്ചാൽ എങ്ങനെയെന്ന് കണ്ടുപിടിച്ചോ. അപ്പോൾ പിള്ളേർക്കും കാണുന്നമായിരിക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്നിട്ടല്ലേ നമ്മുടെ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് ഗരം മസാല 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കണോട്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓ പൊളിയായിട്ടുണ്ട്. ഇനി കുറച്ച് കൊറിയണ്ടർ ലാസ്റ്റ്. ഓഹോ ഇപ്പം മച്ചാനെ അതിക്ക് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് ഇടാൻ പറ്റുമെങ്കിൽ ഇപ്പിട്ടോളൂ. ഉപ്പ് കണ്ടു കുളപ്പൻ. അപ്പം മച്ചാനത് ഓയിൽ കിടന്ന് കാണിക്കണുണ്ട്. അങ്ങാടും ഇങ്ങാടും കുസ്തി കളിക്കാണ്. വേറെ ഒന്നുമല്ല, കപ്പൽ ഇളക്കണേണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമുക്കിത് വറുത്തെടുക്കാം. എന്താ പോയെന്നാളിയാതെ നമ്മുടെ പൊളപ്പൻ തിലോപ്പിയ. ഓ ഇവനങ്ങാട് മോരിച്ച് അങ്ങോട്ട് എടുക്കാട്ടാ. കടലേ ശാന്തമാകൂ, ഇല്ലെങ്കിൽ മൊരിക്കാൻ പറ്റൂല. അമ്മച്ചാനെ ഇവനങ്ങോട്ട് ഒന്നൊന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇതാണ് കടല്. ശരിക്കും ഇതിൽ കാണാം. കടല് കിടന്ന് കാണിക്കണ പോലെയാണ് ഓയിലും കിടന്ന് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി കുറേ സംഭവങ്ങൾ ഉണ്ട്. കപ്പലിലെ ഷെഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായിപ്പോൾ. ഇത്രയും തിളച്ച ഓയിലൊക്കെയാണ് വർക്ക് ചെയ്യണത്. അപ്പം മച്ചമ്മേന് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഹാഫ് കുക്ക് ആവാൻ പാടില്ല, മൊത്തം മൊരിച്ചെടുക്കരുത്. ഇത് പകുതി കുക്ക് ആവാൻ പാടുള്ളൂ. എൻ്റെ മച്ചാന് ഇത് കണ്ട കടൽ ഇളകും തോറും അങ്ങാട് ഇത് 2ാമത്തെ ബാച്ചാണ്. ഇത് കണ്ട മോനെ കടൽ ഷിപ്പ് അങ്ങാട് തിരിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഷിപ്പിംഗ് അങ്ങാട് തിരിയും. അതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം മച്ചാനെ നമ്മുടെ അടിപൊളി മൊരി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പൊരി ആവരുത്, പകുതി കുക്കാകുമ്പോൾ. എന്നിട്ട് വേണം ഫുൾ കുക്കാക്കാനുണ്ട് മസാല കയറ്റിയിട്ട്. അപ്പം മച്ചാനെ നമ്മുടെ ഗ്രേവി കുറച്ചങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. അടിയിൽ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവനങ്ങാട് എടുത്തിട്ട് ഇങ്ങനെ വെക്കാട്ടാ. ഓഹോ എന്നിട്ട് നമ്മുടെ ഗ്രേവി പിന്നെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പൊളപ്പൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ വെച്ചിട്ട് അലൂമിനിയം ഫോയിൽ എടുത്തിട്ടില്ലേ കാണിച്ചു തരാം. ഇതെല്ലാം ഇപ്പിടി പോട്, അലൂമിനിയം ഫോയിലിൽ പോട്. ഈസി ആയിടും. അപ്പം മച്ചാനെ നമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റഫദറാണ് എന്തായാലും ഇതേ നമുക്ക് പൊരിക്കാൻ വേണോ ഓരോന്നും. സെക്കൻഡ് ഓഫീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണങ്ങളെ പൊരിച്ചങ്ങോട്ട് കൊടുക്കാല്ലേ, ഇങ്ങനെ വെക്കാല്ലേ. പൊരിയട്ടെ. അപ്പം മച്ചാനെ തവയിലോട്ട് നമ്മ ഇറക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മൊരി ആവണം അല്ലേ. അപ്പം മച്ചാനെ കടലിൽ നിന്ന് അടുക്ക് വായലയില് മീൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ മച്ചാനെ നമുക്ക് ആൾക്കാർ ഇതാ പറയണത് നോക്കാം. ക്യാപ്റ്റനൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഇത് സെറ്റായി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ മാത്രം കാണാറുള്ളൂ. പക്ഷെ ഇത് കണ്ട എന്തോരം പാത്രങ്ങളാണ് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കണത് അറിയാം. ഇതെല്ലാം ഈ കഴിവ് വെക്കണം, അതാണ് മെയിൻ പണി. വേണ്ട പത്ത് ലഞ്ച് ടൈം ആറായി. സംഭവം എല്ലാവരും ഇപ്പോൾ ഇടിച്ചു കയറി വരും. അപ്പോഴേക്ക് നമുക്കിത് സെറ്റാക്കി കൊടുക്കണുണ്ടാ. മച്ചാൻ വരെ ചൂടോടെ കഴിക്കട്ടെ നമ്മുടെ പിള്ളേര്. അപ്പം മച്ചാൻ ഇങ്ങനത്തെ അടിപൊളി റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടാ. പൊളപ്പൻ മീൻ ഡിഷസും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടാ. സർപ്രൈസ് ആണ് എല്ലാം. കൈ നോക്കട്ടെ കേട്ടാ. ഇതേ ആദ്യത്തെ ആളെടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വെച്ചോ. ഞാൻ വരാം. ഓ പഠിച്ചോ ഫസ്റ്റ് ടൈം കടലിൽ വാഴയിൽ പൊള്ളിച്ച മീൻ
നമ്മൾ ഫോയിലിൽ പൊളിച്ച മീൻ കഴിച്ചിട്ടുണ്ട്. ബട്ട് വാഴയില പൊളിച്ച് വെന്തിട്ടുണ്ട്. സോഫ്റ്റ് ആണ്. ചൂടുണ്ടാ? ചൂടുണ്ട്. വാഴയുടെ സാധനം പിടിച്ചിട്ടില്ലേ? അത് പിടിച്ചല്ലേ? അത് മതി. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പൊന്നാടി ആ ഗ്രേവിയും കൂടെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ചല്ലേ. എനിക്ക് പുതിയ ഒടിഞ്ഞ കഴിക്കട്ടെ. അടിച്ചു കയറി വാങ്ങട്ടെ എല്ലാരും. അപ്പൊ അതൊക്കെ പൊളിക്കട്ടെ. ഇത് ചൂടോടെ കഴിച്ചാൽ പൊളിയായിരിക്കുമല്ലേ? This is satisfaction. All the flavors of the fish itself, the juices of the fish. അച്ഛനെ ഒരെണ്ണം അങ്ങോട്ട് തുറന്നിട്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടത്. എന്റെ പൊന്നളിയാ ബാബാ ബാബാ ബാ. ഇനി നമുക്ക് കടലോരത്തിരുന്ന് അങ്ങോട്ട് കഴിക്കാം. അപ്പം മച്ചാനെ കുറച്ച് എടുത്തു. ഇത് കണ്ട കടലുള്ള കട കണ്ട. അപ്പൊ ചെറിയ പറഞ്ഞില്ലേ റഫദറാന്ന്. അപ്പൊ പുറത്ത് നല്ല റഫദറാന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ചേർന്ന അങ്ങോട്ട് നോക്കി കണ്ട. അത് കണ്ട തേരകള് വല്ല കണ്ട. അപ്പൊ മച്ചാരെ ഇതൊക്കെ ചെറുത് നൈസ് ചെറുത്. അപ്പൊ മച്ചാരെ ഇതിന്റെ ഇടയിൽ നമ്മ ഇപ്പൊ ഇടക്കട പിലോപ്പിയായിരുന്നു. അതിന് നമ്മ ചട്ടിയിലാക്കിണ്ട് വായലില്. ഓ എന്റെ പൊന്നളിയ ഇങ്ങനത്തെ ഒരു സംഭവം അപ്പൊ ചേരെ നല്ല റഫദറാണ്. പക്ഷേ റഫദറില് ഞാൻ ഇങ്ങനത്തെ അടിപൊളി പരിപാടിയൊക്കെ ആയിട്ട് കിച്ചണില് എന്റെ മാംസം കണ്ട. നീ കഴിച്ചല്ലേ? പൊന്നളിയും കാറ്റാണ്, നല്ല കാറ്റാണ്, പറക്കണേണ്. ധാരാളം വായലൊക്കെ പറന്നു പോകണ്ട്. പൊന്നളി ഇതിന്റെ മസാലയില്ലേ, കറിവേപ്പല്ലേ, ആ ഒരു മസാലയും കൂടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടില്ലേ ഇങ്ങനെ ഞങ്ങൾ വെച്ച് തിന്നാലേ വെറുതെ പോയാണ്. കടലിന്റെ നടുക്ക് കരിമീൻ പൊളിച്ചത് പോസിബിളാന്ന് വെച്ചാൽ പോസിബിളാണ് മച്ചാനെ. ഞാൻ ഉണ്ടാകും. ഫ്രഷ് ഹോമിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രമോ കോഡ് വെച്ചിട്ട് കുറെ ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രമോ കോഡ് വെച്ചിട്ട് ഫ്രഷ് ഹോമിന് ഇതുപോലെ അടിപൊളി പിലോപ്പിയും കരിമീനൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് തിന്നുന്നേ. നമ്മുടെ ഓഫേഴ്സ് ഉണ്ട്. കടലുണ്ട്. ഒരു കാര്യം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് ഇതിന്റെ വയർ ഭാഗം അങ്ങോട്ട് മാറ്റിയിട്ടില്ലേ, ആ തല്ലട അവിടെ അടിപൊളി ഒരു പീസ് ഉണ്ട് കട. എന്നിട്ട് ഇത് ആ തക്കാളി ആ ഒരു സംഭവം കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചല്ലേ കുഴപ്പമാണ്. അപ്പൊ നടുക്കടല് റഫദറില് നമ്മ കരിമീൻ പൊളിച്ച് കളിക്കണം. ഇവിടെ കരിമല്ല ബിഡോപ്പി പൊളിച്ച് കളിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷേ എന്റെ പൊന്നളിയാ എന്താ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് വറുത്തപ്പ ഓയിലൊക്കെ ഇങ്ങനെ കാണിച്ചില്ലേ, അത് ഇതാണ് സംഭവം. അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചില്ല ഉണ്ടാക്കാൻ പറ്റുമെന്ന്, പക്ഷെ ഉണ്ടാക്കാൻ പറ്റി. ദൈവത്തിന് നന്ദി. അപ്പൊ ചില സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിങ്ങനെ പിലോപ്പി നമ്മ അടിപൊളിയായിട്ട് നല്ല സീക്രട്ട് മസാലയിൽ വായലിൽ പൊളിച്ചെടുക്കാം. പക്ഷെ ഇങ്ങനെ റഫദറിൽ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ പഠിച്ചില്ലേ. അപ്പം മച്ചാനെ പോണളിയാ പൊളപ്പനാളെ അവനങ്ങട്. അപ്പൊ നമ്മൾ അടിപൊളി പിലോപ്പി വായലയിൽ പൊളിച്ച് സാധനം അങ്ങോട്ട് മറിച്ചിട്ടിട്ടില്ലേ, ഈ ഗ്രേവിയും കൂടി അങ്ങ് എടുത്തിട്ട് ഞാൻ വിടൂല മച്ചാനെ. നമുക്ക് ഇങ്ങോട്ട് വാ. അതെ ആ ഗ്രേവി കണ്ട, ആ ഗ്രേവി അങ്ങ് എടുത്തിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം. പൊളപ്പൻ ഇങ്ങനത്തെ റഫദറില് ഏതെങ്കിലും കുക്കുമാര് ഇങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടാ? ഒന്ന് കമന്റ് ചെയ്യട്ടോ. പൊന്നളിയാ ഇതൊക്കെ ചെറുതാണ്ട. ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂവി മാസത്തിൽ നമ്മളെ പിലോപ്പി വറക്കുമോ റഫദറില് നമ്മ പിലോപ്പി വറുത്ത് കളിക്കണ ഇവിടെ. എന്താല്ലേ പണ്ടായിരുന്നു. പണ്ട് എനിക്ക് കപ്പല ആദ്യം പോകുമ്പോഴേക്ക് ഇതൊക്കെ ഭയങ്കര സീനായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മ കൂളായിട്ട് ഇങ്ങനെ പിലോപ്പി വറുത്ത് കളിക്കണ ഇവിടെ. പൊളിയാണ് മച്ചാനെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. ഇത്തിരി കഷ്ടം തന്നെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ. മരൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റൂല. 2-3 ദിവസമൊക്കെ ഉറങ്ങട്ടെ. പക്ഷേ ഈ ഒരു വെളിച്ചം കാണുമ്പോൾ പിന്നെ എണീറ്റ് പണിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലടാ മച്ചാനെ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വാഴയിലെ അടിപൊളി പിലോപ്പി നടുക്കടല്ലി. ഓക്കെ.